السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم، فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. سرور دو جہاں کی غلامی بڑی نعمت، اسی میں ہے نجات اسی میں ہے راحت. لبوں پہ رہی نبی کا نام، دل میں رہے ان کی یاد. یہی ہے اصل زندگی، یہی ہے اصل عبادت. بیعت کی حقیقت یہی آقا سے تعلق ہے. غلام محمد صلی اللہ علیہ وسلم ہی سب سے بڑی دولت ہے. مدینے کی فضاؤں میں دل سکون پاتا ہے. نبی کے نام سے دل ہمیشہ جھوم جاتا ہے. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ, സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മപ്പെങ്ങന്മാർ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രൂപഭാവങ്ങളിലായി ഈ മാസത്തെ കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി ഒമാനിൽ തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസത്തുൽ ഹുദ എന്ന ഗുബ്രയിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ നമ്മുടെ മദ്രസ, അതുപോലെ ICF അൽ ഖുവൈർ, ICF അൽ ഖുവൈറും അൽ ഉസൈബയും ഡിവിഷൻ സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ മീലാദ് പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായ വിധത്തിലാണ് ഈ പരിപാടി സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായി സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്, വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖരുണ്ട്.
എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു രംഗമാണ് വന്യരായ ദേവർഷോല ഉസ്താദിൻ്റെ വരവ്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാരുടെയും നേതാക്കളുടെയും തണല് അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്ത് കൊടുത്ത് ആ തണല് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആമുഖങ്ങളൊന്നും നീട്ടാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ്. മറ്റൊരു സമയത്തും നമുക്ക് ആ ആവേശം കാണില്ല. അത്രയും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാടും അഭേദ്യമായ ബന്ധമാണ് ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നമ്മെ നാമാക്കിയവരാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിച്ചിരിക്കുകയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം അവിടുന്ന് കൈമാറിത്തന്ന മഹത്തായ സന്ദേശം മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവിടുന്ന് പഠിപ്പിച്ച ഒരു ആശയവും പോലും വെറുതെയായിട്ടില്ല എന്നതാണ് സത്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ ആശയങ്ങൾ ഇന്ന് ലോകം ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അത് സത്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമുക്ക് കൈമാറിത്തന്ന ഒരൊറ്റ ആശയം പോലും അത് പൊള്ളായിട്ടില്ല, സത്യത്തിന് നിരക്കാത്തതായിട്ടില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കാരണം അവിടുന്ന് പഠിപ്പിച്ച ഓരോ ആശയങ്ങളിലും എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് വെറുതെ ആയിരുന്നില്ല. അള്ളാഹുവിൻ്റെ പടപ്പുകളെ, സൃഷ്ടികളെ മുഴുവനും, ഈമാനുള്ളവരെ മുഴുവനും പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടപ്പാട് ഉള്ളതുപോലെ നമുക്ക് മറ്റൊരാളോടുമില്ല. എന്തുകൊണ്ടാണ്? ഒരാൾ ചോദിച്ചു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വചനങ്ങളിൽ പ്രത്യക്ഷത്തിൽ ഒരു സെൽഫിഷ്നെസ് തോന്നാറുണ്ടല്ലോ, ഒരു സ്വാർത്ഥ താല്പര്യം തോന്നാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അതൊരു സ്വാർത്ഥതയല്ലേ, ഒരു സെൽഫിഷ്നെസ് അല്ലേ? സ്വന്തം ഭാര്യ മക്കളെക്കാളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. അതും ഒരു സ്വാർത്ഥതയല്ലേ? അതെങ്ങനെയാണ് കഴിയുക? സ്വന്തം ഉമ്മ നൊന്ത് പ്രസവിച്ച് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് നമ്മെ പോറ്റി വളർത്തിയ ഉമ്മ, ചിലപ്പോൾ പിതാവിൻ്റെ അഭാവമുണ്ടായിട്ട് പോലും മക്കളാകുന്ന നമുക്ക് ഒരു പിതാവിൻ്റെ ഇല്ലായ്മയെ പ്രകടിപ്പിക്കാത്ത വിധത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടും നമ്മെ പോറ്റി വളർത്തിയ ഉമ്മമാർ പോലും ഉണ്ടാകും. ആ ഉമ്മയേക്കാൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് തങ്ങൾ പറയുമ്പോൾ അതൊരു സ്വാർത്ഥതയാണല്ലോ.
പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നിപ്പോകും എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ അതൊരു സ്വാർത്ഥതയാണെങ്കിൽ പോലും ആ സ്വാർത്ഥതയുടെ പിന്നിൽ ഈ ഉമ്മത്തിന് ഒരു ഗുണമുണ്ട് എന്നതാണ് സത്യം. അത് അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒരു സ്വാർത്ഥതയാണ്. അത് താല്പര്യം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സ്വാർത്ഥതയാണ്. എന്തുകൊണ്ട്? ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കണം, സ്വന്തം ഭാര്യ മക്കളെക്കാൾ സ്നേഹിക്കണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഒരു ആക്ഷേപിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു സ്വാർത്ഥ താല്പര്യം അവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കാൻ കഴിയും എന്നതാണ് സത്യം. ഇന്ന് ചിലപ്പോൾ പല കാരണങ്ങളാൽ മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന ഒരു കാലമാണ്. കല്യാണത്തിന് ശേഷം ചിലപ്പോൾ ജീവിത പങ്കാളിയായി ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ താല്പര്യം മാനിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെപ്പോലും സ്വന്തം ബാപ്പയെപ്പോലും അകറ്റി നിർത്താൻ വിഷമം പ്രകടിപ്പിക്കാത്ത ഭർത്താക്കന്മാരുള്ള കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം, അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇന്ന് പോലും അതിന് ഒരൽപ്പം പോലും മൂല്യം നഷ്ടപ്പെടാതെ പ്രസക്തിയോടെ ഇന്നും നിലനിൽക്കുകയാണ്. അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള രണ്ടു പ്രധാനപ്പെട്ട കവാടമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നത്. അവിടുന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനവും വെറുതെ ആയിട്ടില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, ശാസ്ത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച ഓരോന്നും ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങളെ മാറ്റിവെച്ച് ഒരു ശാസ്ത്രത്തിനും ഇന്ന് വരെ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല, വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഞാനിപ്പോൾ അതിന്റെ ആഴത്തിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല. നമ്മൾ എന്തൊരു വിഷയം വരുമ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴും നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോകും, കൂൾ ഡൗൺ. എന്താണ് ഈ കൂൾ ഡൗൺ എന്ന് പറഞ്ഞാൽ? ഒന്ന് ശാന്തരാവാ, ഒന്ന് അടങ്ങാൻ വരാം, ഒന്ന് ശാന്തരാകാൻ പറയുകയാണ് കൂൾ ഡൗൺ. എപ്പോഴും ഏത് വിഷയങ്ങൾക്കും കൂൾ ഡൗൺ എന്നത് ഒരു പരിഹാരമാണ്. പൊട്ടിത്തെറിക്കുക ഇത് ഒരു വിഷയത്തിനും പരിഹാരമല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള പോംവഴി എന്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു വന്ന സ്വഹാബിയോട് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, പൊട്ടിത്തെറിക്കരുത് എന്ന് പറഞ്ഞു, ദേഷ്യം പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞു, അരിശം കൊള്ളരുത് എന്ന് പറഞ്ഞു. ഏത് വിഷയത്തിനും പരിഹാരമാണ് കൂൾ ഡൗൺ, ഒന്ന് ശാന്തരാവുക എന്നത് എല്ലാറ്റിനും പരിഹാരമാണ്. എന്തിനേറെ പറയണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചൂടുള്ള അമിതമായ ചൂടുള്ള ഭക്ഷണം കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഇഫ് യുവർ ഫുഡ് ഈസ് സോ ഹോട്ട് ദാറ്റ് ഇറ്റ് ബേൺസ് യുവർ മൗത്ത്. ചിലപ്പോൾ നിങ്ങളുടെ വായ ചിലപ്പോൾ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. യു മൈറ്റ് നീഡ് ടു ലെറ്റ് തിങ്സ് കൂൾ ഡൗൺ എ ബിറ്റ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി കഴിക്കണ ഭക്ഷണങ്ങൾ ഒന്ന് തണുപ്പിക്കാൻ ശ്രദ്ധിക്കണം. 2009 റിസർച്ച് അനുസരിച്ച് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന നമ്മുടെ കന്നഡയിൽ വിശ്വ ആരോഗ്യ സംഘടന, മംഗലാപുരത്തുകാർ ഇവിടെ ഉള്ളത് കൊണ്ട് കന്നഡയിൽ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളൂ, KCF-കാരൊക്കെ ഉള്ളത് കൊണ്ട്. ആ വിശ്വ ആരോഗ്യ സംഘടന അത് 2009 പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്, അമിതമായ ചൂടുള്ള ഭക്ഷണം, ഹൈ ടെമ്പറേച്ചർ ഫുഡ്സ് ആൻഡ് ബെവറേജ്
may increase a person's risk of developing cancer. അതിനാൽ ക്യാൻസർ രോഗം ഊർജിക്കാനും അത് വളരാനും ശരീരമാസകലം പടരാനും അത് പ്രധാനപ്പെട്ട കാരണമായിരിക്കും എന്ന് 2009 ശാസ്ത്രം പ്രൂവ് ചെയ്തുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത് മുസ്ലിം ഉമ്മത്തിന് ഒരു പുതുമയൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നാം മടങ്ങേണ്ടുന്നത് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളിലേക്കാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്രിദു അത്അമൽ ഹാറ, നല്ല ചൂടുള്ള ഭക്ഷണത്തെ ഒന്ന് തണുപ്പിക്കാൻ നോക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഫഇന്ന അത്അമൽ ഹാറ ഗൈറു ദീ ബറക, അമിതമായ ചൂടുള്ള ഭക്ഷണം അത് ബറക്കത്തുടേതല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് എപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? പക്ഷേ ഇന്നും സയൻസ് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതൊരു പുതുമയല്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലയെ കൂട്ടി പ്രവചിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ച ഓരോ പ്രഖ്യാപനങ്ങളും ഇന്ന് അത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഗൂബ്രയിലെ മദ്രസത്തുൽ ഹുദയും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള ICF സംഘടിപ്പിച്ച ഈ മഹത്തായ പ്രോഗ്രാം എന്തുകൊണ്ടും പ്രസക്തിയുള്ളതാണ് എന്നതിൽ സംശയമില്ല. നാം ഉള്ളത് ഒമാനിലാണ്. ഒമാൻ നാട്ടുകാരെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ച് നന്നായി പുകഴ്ത്തിപ്പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ ഒമാനുകാരെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പുകഴ്ത്തിപ്പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒമാനുകാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, മൻ അഹബ്ബ അൻ യസ്കുന ഉമാൻ ഫൽയസ്കുൻ, ആർക്കെങ്കിലും ഒമാനിൽ വന്ന് താമസിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ മടി കാണിക്കണ്ട, ധൈര്യസഹിതം ഒമാനിൽ വന്ന് താമസിച്ചോട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം ഒമാൻ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട് എന്ന് അന്ന് പ്രവചിച്ചത് ഇന്നും അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം, മറ്റു കൺട്രികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്, വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നാം വസിക്കുന്ന ഈ മഹത്തായ ഒമാൻ. എന്തുകൊണ്ടാണ്? ഒമാനിൽ കഴിയാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ താമസിച്ചോട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, ഫഇന്ന ഫീഹാ അൽ ഖനൂഅ വറിളാ ബിൽ യസീർ, ആ ഒമാനുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്, അല്പം മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അമിതമായി വേണമെന്ന് ചിന്തിക്കുന്നവരല്ല ഒമാനുകാർ. അതുകൊണ്ട് നിങ്ങൾ ഒമാനിൽ പോയാൽ ആ ഒമാനുകാരുടെ സ്വഭാവം നിങ്ങളിൽ കാണും. അതാണിപ്പോ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അമിതമായ താല്പര്യങ്ങളൊന്നും നിങ്ങളിൽ കാണുന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലും ചെന്നാൽ ചിലപ്പോൾ അമിതമായ താല്പര്യങ്ങൾ കാണും, പക്ഷെ നിങ്ങളിൽ അതൊന്നും കാണുന്നില്ല. സമാധാനപരമായ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സ്വഭാവം. ഇന്ന് എന്തുകൊണ്ടാണ്? ഇന്ന് സ്ട്രോക്ക് വല്ലാതെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ നെർവ് സംബന്ധമായ അസുഖങ്ങൾ വല്ലാതെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് സ്ട്രോക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് തലയിലെ ഞരമ്പ് അത് പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നെർവ് സംബന്ധമായ അസുഖങ്ങൾ വല്ലാതെ കൂടിയിട്ടുള്ളത്? മനുഷ്യൻ ആവശ്യമില്ലാത്തതെല്ലാം മനുഷ്യന്റെ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്നു, വഹിച്ചു നടക്കുന്നു എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തി പറഞ്ഞ ഒരു സ്വഭാവം അൽ ഖനൂഅ വറിളാ ബിൽ യസീർ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം. കുറഞ്ഞതാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം. ഈ സ്വഭാവമുള്ളവൻ അവൻ ജീവിതത്തിൽ മാനസിക രോഗിയാകാൻ വകുപ്പുണ്ടാകില്ല. ഇന്ന് ഞരമ്പിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ചിലപ്പോൾ ഭാര്യ അത് അറിഞ്ഞു കാണില്ല. ഭാര്യ കഴിക്കണത് ഭർത്താവ് അറിഞ്ഞു കാണൂല. മാതാപിതാക്കൾ ഞരമ്പിന്റെ മരുന്ന് കഴിക്കണത് മക്കൾ അറിയണില്ല. എന്തുകൊണ്ട്? ഭർത്താവിന്റെ ടെൻഷൻ ഭാര്യയെ അറിയിക്കുന്നില്ല.
ഭാര്യയുടെ മനപ്രയാസം ഭർത്താവിനെ ഭാര്യ ബോധ്യപ്പെടുത്താൻ മനസ്സ് കാണിക്കുന്നില്ല. ഉമ്മയും ഉപ്പയും അവരുടെ പ്രയാസങ്ങൾ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ തയ്യാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റബീഉൽ അവ്വൽ നാം കൊണ്ടാടുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച ഈ മാധുര്യമേറിയ ആശയത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരാൻ നാം ബാധ്യസ്ഥരല്ലേ എന്നത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് മതി എന്ന് ചിന്തിക്കുന്നവർ? കൈപൊക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയല്ല. സ്വന്തം മനസ്സിനോടങ്ങ് പ്രവചിക്കുക, സ്വന്തം മനസ്സിനോട് പറയുക, ഇല്ല, മതിയാകില്ല, നമ്മുടെ ആയുസ് ഏതുവരെ ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാള് ഒരിക്കലും അദ്ദേഹം മാനസിക രോഗിയാകില്ല, ഒരു സംശയവുമില്ല. ഒമാനുകാരെ കുറിച്ച് വെറുതെയാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞത്? ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നാട്ടിലോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ, ആ നാട്ടുകാരെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ നാട്ടുകാർ ആ പോയ സ്വഹാബിയെ അവർ പരിഹസിച്ചു, ആക്ഷേപിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ലൗ അന്ന അഹ്ല ഉമാന അതൈത മാ സബൂക വലാ വറബൂക. ഒരുപക്ഷേ നിങ്ങൾ പോയത് ഒമാനിലേക്കായിരുന്നുവെങ്കിൽ ആ ഒമാനുകാർ നിങ്ങളെ ആക്ഷേപിക്കുമായിരുന്നില്ല, ഒമാനുകാർ നിങ്ങളെ കൈകാര്യം ചെയ്യുമായിരുന്നില്ല, അടിക്കുമായിരുന്നില്ല. കാരണം ഒമാനുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണ് ഒമാനുകാരുടെ സ്വഭാവം? അവർ അതിഥികളെ സൽക്കരിക്കുന്നവരാണ് എന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും മനുഷ്യർക്കിടയിൽ ജീവിച്ചിരിപ്പുള്ളത് എന്ന് ചോദിച്ചാൽ അവിടുന്ന് സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു എന്നതാണ് സത്യം. സ്നേഹമല്ലാത്ത ഒന്നും ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്ത് എത്ര വലിയ ശത്രുവിനെ പോലും കീഴടക്കാൻ പറ്റിയ ഒറ്റമൂലിയെ നമ്മുടെ കയ്യിലുള്ളൂ. അത് ലവ് എന്ന 4 അക്ഷരങ്ങളാണ്. സ്നേഹിക്കുക എന്നതാണ്. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ലവ് ഈസ് നോട്ട് ഓൺലി സംതിങ് യു ഫീൽ. നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സംതിങ് യു ഡു. എന്തെങ്കിലും ചെയ്യുക, അതാണ് സ്നേഹം. കേവലം മനസ്സിൽ സ്നേഹം തോന്നുന്നത് മാത്രമല്ല സ്നേഹം. എന്തെങ്കിലും ചെയ്യുക, തോന്നുമ്പോൾ നല്ലതാണോ അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണ് സ്നേഹം. എത്ര ആളുകളാണ് സ്നേഹത്തെ കുറിച്ച് പറയുന്നത്? ബീയിങ് ഡീപ്ലി ലവ്ഡ് ബൈ സംവൺ ഗിവ്സ് യു സ്ട്രെങ്ത്. നിന്നെ ആരെങ്കിലും ആഴമേറിയ വിധത്തിൽ സ്നേഹിക്കാൻ നോക്കിയാൽ നിനക്ക് അതൊരു ഫലമാണ്. നമ്മെ സ്നേഹിക്കാൻ പലരുമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്കതൊരു സ്ട്രെങ്ത് ആണ്. അത് സത്യമാണല്ലോ. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു. പരസ്പരം വൈരാഗ്യം വെച്ച് പുലർത്തി ജീവിച്ചിരുന്ന സമൂഹത്തിനിടയിൽ സ്നേഹമാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് ഭാര്യയെ സ്നേഹിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. ഭർത്താവിനെ സ്നേഹിക്കാൻ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. അത് സ്വന്തം മകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നു. ചരിത്രത്തിൽ കാണാം, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പള്ളിയുണ്ട് സൗദി അറേബ്യയിൽ. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, അൽ മദീനത്തുൽ മുനവ്വറ, അൽ മസ്ജിദുൻ നബവിയു. ഇന്നത്തെ ഈ സദസ്സിൽ നമുക്ക് ഏറെ പറയേണ്ടുന്നത് ആ പള്ളിയെ കുറിച്ചാണ്. മദീന മുനവ്വറയാകുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ആ പള്ളിയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ചില ചരിത്രം പറയാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മകളുടെ വീട്ടിൽ വന്നു.
ആരാണ് പൊന്നുമോൾ? സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നു വന്നപ്പോഴാണ് പ്രിയപ്പെട്ട മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ചോദിച്ചു, എവിടെ പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിതാവിനോട് പറയുകയാണ്, ചെറിയ ഒരു സൗന്ദര്യപ്പണക്കം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞുപോയി. എവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉള്ളത്? പോയി നോക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ ഒരു മൂലയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്. ആ ശരീരത്തിന് മണ്ണ് കൊണ്ടിട്ടുണ്ട് കിടന്ന കിടത്തം കാരണം. പോയ ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളെ വിളിച്ചു, യാ അബത്തുറാബ്, മണ്ണിന്റെ പിതാവേ എണീറ്റ് നിൽക്കൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണരുകയാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. രണ്ടു പേരുടെയും കൈയങ്ങ് ചേർത്തി വെച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, ഇനി മേലാൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് സ്വന്തം മകളെ ജീവിതത്തിൽ ഉപദേശിച്ച് ഭർത്താവിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവിടുത്തെ ജീവിതത്തിൽ സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മിൽ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം നമ്മിലുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, കലാലയങ്ങളുണ്ട്, ബിസിനസിന്റെ മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള സ്നേഹമെന്നത്, മഹബത്ത് എന്നത് മനുഷ്യനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. ആ സ്നേഹത്തെയാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിലൂടെ നാം സമ്പാദിച്ചെടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആളുകൾക്ക് അവർക്കുള്ള സ്ഥാനം വകവെച്ചു കൊടുക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. നമുക്കറിയാം, സ്നേഹം അത് വലുതാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ വേദന മാറ്റാൻ പറ്റിയത് സ്നേഹം മാത്രമാണ്. പൈൻ കില്ലർ അത് ശാരീരിക വേദനയെ കൊന്നുകളയുന്നതാണെങ്കിലും അമിതമായ പൈൻ കില്ലർ കഴിക്കുന്നത് മൂലം ചിലപ്പോൾ കിഡ്നികൾ വരെ തകരാറിലായി പോകും, വൃക്കകൾ തകരാറിലായി പോകും, ലിവർ വരെ ഡാമേജ് ആയി പോകുമെന്ന് വൈദ്യലോകം സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് അമിതമായ പെയിൻ കില്ലർ കഴിക്കരുത് എന്ന് വൈദ്യലോകം പറഞ്ഞു. അതേസമയം ആ പെയിനിന് ഒരു റിലീഫ് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, one word frees us of all the weight and pain in life. That word is love. സ്നേഹമാണ് എല്ലാ വേദനകളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നത്, നമ്മെ രക്ഷപ്പെടുത്തുന്നത് സ്നേഹമാണ്. സ്നേഹിക്കാൻ കഴിയണം. നാം ഇപ്പോൾ പരസ്പരം ശരീരം ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ചില ആളുകൾ ക്ഷീണിച്ചുകൊണ്ട് ഒരൽപ്പം കൂടി ചാരിയിരിക്കുന്നവരും ഉണ്ട്. അള്ളാഹു ക്ഷീണം മാറ്റി തരട്ടെ. ഉറക്കാമ്യം പറയും, അള്ളാഹു ക്ഷീണം മാറ്റി തരട്ടെ, അള്ളാഹു നമ്മുടെ ക്ഷീണം മാറ്റി തരട്ടെ. ഞാൻ ചുരുക്കുകയാണ്, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ വേദന മാറിക്കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി സ്നേഹിക്കുക. ഒന്ന് സ്നേഹിച്ചു നോക്കൂ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചു നോക്കൂ. മനസ്സ് തമ്മിൽ അടുക്കണം. ആ സ്നേഹം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാത്മാ ഗാന്ധിജി മാത്രമല്ല സ്നേഹിക്കാൻ പറഞ്ഞത്. വേർ there is love there is life. മഹാത്മാ ഗാന്ധിജി പറഞ്ഞു, എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതമുണ്ട്. എവിടെ സ്നേഹമില്ല, എവിടെ വെറുപ്പ് മാത്രമാണോ ഉള്ളത്, എവിടെ വൈരാഗ്യം മാത്രമാണോ ഉള്ളത്, എവിടെ വിദ്വേഷം മാത്രമാണോ ഉള്ളത്, എവിടെ പാറം വെക്കൽ മാത്രമാണോ ഉള്ളത്, തീർച്ചയായും അവിടെ ജീവിതം ഇല്ല. വൈരാഗ്യം കാണിക്കുന്നവന്റെ ആയുഷ് ചുരുങ്ങിപ്പോകും. ഇത് മഹാത്മാ ഗാന്ധിജി മാത്രമല്ല പറഞ്ഞത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് കൈമാറിയ ആശയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്.
അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ പരിപൂർണ സത്യവിശ്വാസികളാകുന്നത് വരെ ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് പരിപൂർണ സത്യവിശ്വാസിയാകുന്നത്? 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചുവോ? ഇല്ല, അത് തെറ്റുധാരണയാണ്. എന്നും ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രം ഒരാൾ പരിപൂർണ വിശ്വാസിയാവുകയുള്ളൂ എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റത് കൊണ്ട് മാത്രം ഒരാൾ പരിപൂർണ സത്യവിശ്വാസിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പരിപൂർണ വിശ്വാസികളാകണമെങ്കിൽ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കണം. പരസ്പരം സ്നേഹിക്കണം. നാട്ടുകാർക്കിടയിൽ സ്നേഹമുണ്ടാകണം. ഒരൊറ്റ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ പാറവെക്കൽ ഉണ്ടാകരുത്. പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. മുതലാളി തൊഴിലാളിയെ സ്നേഹിക്കാൻ കഴിയണം. തൊഴിലാളിയും ഒരിക്കൽ പോലും മുതലാളിയെ വഞ്ചിക്കാതെ ചതിക്കാതെ മുതലാളിയോടുള്ള കടപ്പാട് പ്രകടിപ്പിച്ച് ആ മുതലാളിയെ സ്നേഹിക്കാൻ കഴിയണം. പ്രവാസി ലോകത്ത് കഴിയുന്നവർ അവർക്ക് ജീവിക്കാൻ അവസരം തന്ന പ്രവാസ ലോകത്തോട് കടപ്പാട് പ്രകടിപ്പിക്കുന്നവരാകണം. ആ പ്രവാസ ലോകത്തുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തി എങ്ങനെയെങ്കിലും കുറുക്ക് വഴിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആ പ്രവാസി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന് എതിര് ചെയ്തവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ നോക്കണം. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? കുട്ടികളെ ഉപദേശിക്കൽ മാത്രമല്ല. ലോകത്ത് ഏതൊരു മനുഷ്യനും വെറുക്കുന്ന ഒരു ദേശമുണ്ട്. അതേതാ ദേശം? ലോകത്ത് ഏതൊരു മനുഷ്യനും തീരെ താല്പര്യപ്പെടാത്ത ഒരു ദേശമുണ്ട്. അത് കാനഡയല്ല, യൂറോപ്യൻ നാടുകളല്ല, മറിച്ച് ഉപദേശം എന്നൊരു ദേശം. അതാർക്കും താല്പര്യമില്ല. ഞാനിപ്പോ നിങ്ങളെ വല്ലാതെ ഉപദേശിച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കാത്ത രൂപത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വന്നാൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ വെറുക്കുന്ന ഒരു ദേശമാണ് ഉപദേശം. പക്ഷേ സ്വന്തം മക്കളെ ഞാന് മദ്രസത്തുൽ ഹുദ എന്ന ഗോബ്രയിലെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, ആ മദ്രസയിലെ മക്കളെ നീ വളർത്തിക്കൊണ്ടുവരണേ റഹ്മാനെ. അവർക്ക് നല്ല ബ്രൈറ്റ്നസ് ഫ്യൂച്ചർ നീ അവർക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ. കാരണം നമ്മുടെ മദ്രസത്തുൽ ഹുദയിലെ മക്കൾ അവരുടെ ഇവിടുന്ന് അവർ കാണിച്ച പെർഫോമൻസ് വല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. ഞാനവിടെ ഇരുന്ന് എന്നോട് ഇവിടെ പ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു, സാ കുറെ നേരം വെയിറ്റ് ചെയ്തില്ലേ, ക്ഷമിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് തോന്നിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ കുട്ടികളുടെ പെർഫോമൻസിൽ ഞാൻ അങ്ങ് ലയിച്ചുപോയി. ഞാനത് വല്ലാതെ അങ്ങ് ഇരുന്നിട്ട് ആസ്വദിച്ചു പോയി. അവിടുന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ ഈ മക്കൾക്ക് നീ നല്ല ഭാവി നൽകണേ റഹ്മാനെ. നമുക്ക് ICF-ന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. നമുക്ക് RSCയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. നമുക്ക് കർണാടകയിലെ KCF-ന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണം. അത് ശക്തിപ്പെടുത്തണമെങ്കിൽ ICF-ന്റെ നേതാക്കളുടെ മക്കൾ ICF-ലൂടെ വളർന്നു വരണം. RSCയുടെ നേതാക്കളുടെ മക്കൾ RSCയിലൂടെ വളർന്നു വരണം. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF-ന്റെ നേതാക്കളുടെ മക്കൾ KCF-ലൂടെ വളർന്നു വരണം. എന്നാലേ നമ്മുടെ പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ ആക്ടിവിറ്റീസിനെയും പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്താൻ കഴിയുന്നത്. ആ വഴിയിൽ നമ്മുടെ മക്കൾ വളർന്നു വരുമെന്നതിൽ സംശയമില്ല. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരന്റെ മക്കൾ ഗോബ്രയിലെ മദ്രസത്തുൽ ഹുദയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ മോനെ അടുത്തിരുത്തിയിട്ട് കുറച്ച് ബൈത്തുകളൊക്കെ ഒന്ന് പാടാൻ പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു. ആ കുട്ടി നല്ല ഉഷാറായി അറബിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തു. ഖുർആൻ ഓതാൻ പറഞ്ഞു. നന്നായി കാണാതെ തജ്വീദിന്റെ നിയമമനുസരിച്ച് തെറ്റില്ലാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ എന്നെ വല്ലാതെ ഹടാദർശിച്ചു.
ഞാൻ ആ മോനെ അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് ഞാൻ ആ മദ്രസത്തുൽ ഹുദ മാനേജ്മെന്റിനെയും മദ്രസത്തുൽ ഹുദയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയും ഞാൻ ഈ അവസരം അഭിനന്ദിക്കാൻ, കൺഗ്രാജുലേഷൻസ് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം ICF-നെയും കൂടി അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ മക്കൾ ഭാവിയിൽ നമുക്ക് ഉപകാരത്തിന് വരണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആദർശമുണ്ട്. അതെന്താണ്? മക്കളെ സ്നേഹിക്കുക. നമ്മുടെ മക്കൾ ലഹരിക്ക് അഡിക്റ്റായി കഴിയുന്ന മക്കളായി പോകരുത്. നമ്മുടെ മക്കൾ വ്യഭിചാരികളാകരുത്. നമ്മുടെ മക്കൾ ലക്ഷ്യബോധമില്ലാത്തവരാകരുത്. നമ്മുടെ മക്കൾ മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റി നിർത്തുന്ന മക്കളാകരുത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ തന്നെയാണ്. നമ്മുടെ മക്കളെക്കാൾ വലിയ സമ്പാദ്യം നമുക്ക് വേറെയില്ല. ആ മക്കൾ നമ്മുടെ സമ്പാദ്യമായി നമുക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ഇൽസമു ഔലാദക്കും. എന്തൊരു പ്രസക്തിയുള്ള ഉപദേശമാണ്, ആശയമാണ്. നിങ്ങൾ എപ്പോഴും മക്കളോട് ബന്ധം സ്ഥാപിക്കണം. എത്ര രക്ഷിതാക്കൾക്കാണ് മക്കളോട് അഭേദ്യമായ ബന്ധമുള്ളത്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇൽസമു ഔലാദക്കും എന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എത്ര പ്രസക്തിയുള്ളതാണ്. കുട്ടികളോട് നിരന്തരം ബന്ധം സ്ഥാപിക്കണം. സ്വന്തം പിതാവ് മക്കളെ അടുത്തിരുത്തിയിട്ട്, പിതാവ് എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ ജോലി തിരക്കുള്ള ആളാണെങ്കിലും, സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ട് ആ മക്കളോട് നിരന്തരം സംസാരിക്കാനും ആശയവിനിമയം നടത്താൻ പിതാവ് ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് പറയാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണിപ്പോ. എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ലയിച്ചുപോയ ഒരു കാലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ചെന്നായ സ്വഹാബിയോട് സംസാരിച്ച ഒരു രംഗം, ഒരു സ്വഹാബി വന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അതിനേക്കാളും വലിയൊരു അത്ഭുതം ഞാൻ പറഞ്ഞു തന്നോട്ടെ. ആ ജീവി സംസാരിച്ചതല്ല അത്ഭുതം, അതിനേക്കാളും വലിയ അത്ഭുതം ഭാവിയിൽ മനുഷ്യന്റെ വീട്ടിൽ വടി പോലോത്തൊരു വസ്തു, ആ വസ്തു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ വീട്ടിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും ആ വീട്ടുകാരനോട്, ഗൃഹനാഥനോട് ആ വടി പോലെയുള്ള ഒരു വസ്തു വിളിച്ചു പറയുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് മൊബൈലാണെന്ന് വിവക്ഷിച്ചുകൂടാ? എന്തുകൊണ്ടാണ് മൊബൈലിലേക്കുള്ള മുന്നറിയിപ്പാണത്? സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ആണത് എന്ന് എന്തുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചുകൂടാ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്നിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് ലയിച്ചിരിക്കുകയാണ്. പരസ്പരം മുഖം നോക്കാൻ, സംസാരിക്കാൻ നേരല്ല. ആകെ ഇപ്പൊ മനുഷ്യൻ മുഖം നോക്കാൻ വല്ലാതെ കൊതിക്കണ ഒരു നേരം മരിച്ചു കിടക്കുമ്പോഴാണ്. ജീവിതകാലത്ത് എത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കാൻ നേരമുള്ളത്? അപ്പോഴൊക്കെ മൊബൈലിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അടുത്ത് മുഖം നോക്കാൻ കഴിയണില്ല. ഭർത്താവിന്റെ മുഖത്ത് എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് പറയാൻ ഭാര്യയ്ക്ക് കഴിയണില്ല. കാരണം ഭാര്യയുടെ കണ്ണുകൾ ഭർത്താവിന്റെ മുഖത്തേക്ക് പതിഞ്ഞതിലേറെ മൊബൈലിന്റെ സ്ക്രീനിലാണ് പതിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സെലിബ്രിറ്റിയുടെ മുഖത്തുള്ള പാടുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയല്ല. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, അതുകൊണ്ടാണ് ഉമ്മമാരോട് ഞാൻ പറയുന്നു, ആ അമിതമായ ഉപയോഗം മക്കളെ സ്നേഹിക്കുന്നതിന് ഒരിക്കലും തടസ്സമാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ സന്ദേശം ഇൽസമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടുപ്പിക്കണം, അവരോട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കണം, അവരെ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ അവരിലേക്ക് അടുക്കണം, സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടുന്ന് പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, നിങ്ങൾ പരസ്പരം അത് ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. കുടുംബം തമ്മിൽ സ്നേഹിക്കണം. നമ്മളൊക്കെ നല്ല മാന്യന്മാരായിരിക്കുന്നുണ്ടാവും, പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട പലരോടും പിണങ്ങിയിട്ടാണ് നമ്മുടെ ഈ മാന്യതയോടെയുള്ള ഇരുത്തമാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആരായിരിക്കും?
ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. സ്വന്തം ഭാര്യ വീട്ടുകാരോട് പോലും പിണങ്ങി നിൽക്കുന്ന എത്ര പുതിയാപ്പിളമാരാ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആ ഭാര്യ പിതാവിനോട് പിണങ്ങി നിൽക്കുന്ന ആ പെണ്ണിന്റെ ഭർത്താവ് ഭാര്യ സഹോദരനായ അളിയനോട് മിണ്ടാതിരിക്കുന്ന ഈ സഹോദരൻ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മനസ്സ് ആരുടേതാണ്? മദീന മുനവ്വറയിലെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ആശയം പറഞ്ഞു തന്നോട്ടെയോ? അവിടുന്ന് പറഞ്ഞു തന്നു, അഫ്ഷുസ്സലാമ ബൈനക്കും, എല്ലാം അതോടുകൂടെ തീർന്നു പോകും. അഫ്ഷുസ്സലാമ ബൈനക്കും, പരസ്പരം സലാം വ്യാപിപ്പിക്കുക. സലാം അധികരിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരു മടിയും ഉണ്ടാകരുത്. അതുകൊണ്ട് സലാം പറയണം എന്നല്ല പറഞ്ഞത്, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ആ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു ശത്രുവിനെയും ആ ശത്രുവിനെ വീണ്ടും വീണ്ടും ശത്രുവാക്കി കൊണ്ടുപോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ശത്രുവിലുള്ള ആ ശത്രുതയങ്ങ് മാറ്റിയിട്ട് അവനെ അടുപ്പിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് ആ ശത്രുവിനെ പോലും നിങ്ങൾ സ്നേഹിക്കണം എന്ന് മാലോകരെ വിളിച്ചു പറഞ്ഞു സയ്യിദുനാ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കണം, പരസ്പരം സ്നേഹിക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ കീഴടക്കിയത് ആയുധങ്ങളെ കൊണ്ടല്ല, യുദ്ധങ്ങളെ കൊണ്ടല്ല, മറിച്ച് എല്ലാവരെയും സ്നേഹിച്ചു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സ്നേഹം കണ്ട മഹാന്മാരായ സ്വഹാബത്ത് അവർ സ്വന്തത്തെക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ വരെ ചരിത്രത്തിൽ കാണാം, ഒരു യുദ്ധഭൂമിയിൽ ഒരുപാട് സ്വഹാബത്ത് ഷഹീദാകാൻ കിടക്കുകയാണ്. ദാഹിച്ച് അവശരായി കിടക്കുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് ആ സമയം അവരുടെ ദാഹം മാറ്റാൻ വെള്ളം വളരെ അനിവാര്യമാണ്. ആ സമയം ഓരോ സ്വഹാബിയും ചിന്തിക്കുന്നത്, എന്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഷഹീദാകാൻ കിടക്കുന്ന ആ സ്വഹാബിക്ക് ആ വെള്ളം കിട്ടിയാൽ ആ സ്വഹാബിയുടെ ദാഹം മാറുമല്ലോ എന്നാണ്. അപ്പുറത്തുള്ള സ്വഹാബി ആലോചിക്കുന്നതും തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്വഹാബിയുടെ ദാഹം മാറ്റാം എന്നാണ്. അവസാനം ആ വെള്ളക്കുപ്പി കൈമാറി 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 വീണ്ടും ആദ്യത്തെ സ്വഹാബിയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്ക് സ്വഹാബത്ത് മുഴുവനും മരണപ്പെട്ടു പോയി, ഷഹീദായി പോയി എന്ന് ചരിത്രത്തിൽ കാണാമെങ്കിൽ ഈ ഒരു വിപ്ലവം ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിക്കാൻ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലാതെ മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പകർത്തി തന്ന സന്ദേശം കൈമാറണം. മാതാപിതാക്കളെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ഏറ്റവും നല്ല പോംവഴി രക്ഷിതാക്കളെ സ്നേഹിക്കലാണ്. ആ രക്ഷിതാക്കളെ മാറ്റരുത്. ഒരു കാലമുണ്ടായിരുന്നു, ഞാനിത് പറഞ്ഞാൽ സങ്കടം തോന്നരുത്, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എന്നെ സ്നേഹിക്കണം എന്ന് തങ്ങളാ പറഞ്ഞത് ഈ ഗൗരവങ്ങൾ ഉൾക്കൊള്ളാനാണ്. എന്തുകൊണ്ട്? ഒരു കാലമുണ്ടായിരുന്നു, അന്ന് ഒരു ഉമ്മാക്ക് 12 മക്കളാണെങ്കിൽ, ഒരു ബാപ്പക്ക് 12 കുട്ടികളാണെങ്കിൽ, ആ 12 മക്കൾക്കും ഒരു കുറവും വരാതെ ഉമ്മയും ബാപ്പയും നന്നായി ശ്രദ്ധിച്ചിരുന്നു അവരുടെ കാര്യങ്ങൾ, അവരെ നന്നായി നോക്കി വളർത്തിയിരുന്നു. ഇന്ന് 12 മക്കൾക്കും കൂടി ചേർന്നുകൊണ്ട് ഒരു ഉമ്മാക്ക് പ്രായമായാൽ ആ ഉമ്മയെ ശ്രദ്ധിക്കാൻ അവരെ കൊണ്ട് കഴിയാതെയായി പോകുന്നത്. ഈ കാലം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ഹതഭാഗ്യരാണ് നമ്മൾ. എന്നിട്ട് അവസാനം മക്കളെല്ലാവരും ചേർന്ന് ഒരു നിർണയം, ഒരു തീരുമാനം സ്വീകരിക്കുകയാണ്. ഓരോ മാസം ഓരോ മകന്റെ വീട്ടിൽ നമുക്ക് ഉമ്മാനെ ഇരുത്താം, നമുക്ക് ബാപ്പാനെ ഇരുത്താം. വേറെ ഒരു ആലോചനയും കൂടി നടത്തുകയാണ്. ഏതായാലും ഇനിയിപ്പോ ഉമ്മ മരണപ്പെട്ടല്ലോ, നമ്മൾ ഉപ്പാക്ക് നല്ലൊരു ആലോചന തേടിപ്പിടിച്ച് ഉപ്പാക്ക് ഒരു കല്യാണമൊക്കെ നമുക്ക് ഉറപ്പിക്കാം. എന്തുകൊണ്ട്? അത് നല്ല കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും പിതാവ് ഒറ്റയായി പോകരുത്, പിതാവ് തനിച്ചു പോകരുത്. പ്രായമായാൽ അതിനനുസരിച്ച് ഒരു പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയാൽ ആ പിതാവ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന സമയം അതായിരിക്കും. എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ ആ ഒരു ഭാരം നമ്മുടെ മക്കൾ ചുമക്കേണ്ടി വരുമോ?
മക്കളുടെ ഭാര്യമാര് ചുമക്കേണ്ടി വരുമോ? അതുകൊണ്ട് പലപ്പോഴും ഉപ്പമാര് രണ്ടാമത്തെ ഒരു ആലോചന, ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ പല മക്കളും അതിന് തടസ്സമായി നിൽക്കുന്നത് ആ മക്കളുടെ നാശത്തിന് ഒരുപക്ഷെ അത് കാരണമായേക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ വിശദ വിവരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞോന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഉപ്പാനെ ശ്രദ്ധിക്കാൻ കടപ്പെട്ടവരാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന സന്ദേശമാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഞാനിപ്പോ ഇന്നലെ നിങ്ങളെ ഒമാനിലേക്ക്, ഇന്നലെയല്ല മിഞ്ഞാന്ന്, എന്റെ മംഗലാപുരത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂരിലേക്ക്. ആ ഫ്ലൈറ്റിൽ ഞാനിങ്ങനെ ഒന്നാമത്തെ റോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത് നടുവിലെ സീറ്റ് ഒഴിവാണ്, അതിന്റെ അപ്പുറത്ത് ഒരാളും കൂടി വന്നിരുന്നു. അപ്പൊ അയാൾ എന്നെ കണ്ടപാട് വേഗം കൈയൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നൗഫൽ സഖാഫി അല്ലേ? അതെ, എന്റെ ഉമ്മ നിങ്ങളെ വാലെപ്പോഴും കേൾക്കും, എന്റെ ഉമ്മാക്ക് നിങ്ങളെ വാല് നിറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വല്ലാതെ അങ്ങ് അടുത്തു, സംസാരിച്ച് അടുത്തപ്പോ പിന്നെ അവസാനം സ്വാഭാവികമായി നമ്മളൊരു ചോദ്യം ചോദിക്കും. എന്താ ചോദിക്ക? കുറച്ച് നിങ്ങളും കൂടി ഇങ്ങോട്ട് പറയാം, അപ്പൊ എപ്പോഴല്ലേ ശരിയാവുള്ളൂ, ഇപ്പൊ നിർത്താറായി. എന്താ അപ്പൊ നമ്മൾ ചോദിക്കാൻ പറയാ? കല്യാണം കഴിഞ്ഞോന്നല്ലേ? 40 വയസ്സായ ഒരാളോട് കല്യാണം കഴിഞ്ഞോന്ന് ചോദിക്കുക? ഇല്ല, അതിന്റെ ശേഷമുള്ള ചോദ്യ ചോദിക്കാം. എന്താ? മക്കളെത്രയാന്നാ ചോദിക്കാം. മക്കളെത്രയാന്നാ ചോദിക്കാം. അപ്പൊ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ കണ്ടപ്പോ തോന്നി അദ്ദേഹം പിന്നെ ഒരു അബോവ് 40 ഉണ്ടാവും തോന്നി. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, എത്ര മക്കളാന്ന് ചോദിച്ചു. അയാൾ എന്റെ കയ്യങ്ങ് പിടിച്ചു, അമർത്തി. അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടില്ല. എന്താപ്പ അതൊന്നും ഇപ്പൊ മറുപടി ഒന്നും അല്ലല്ലോ. എത്ര മക്കളാന്ന് ചോദിച്ചപ്പോ ഒന്നിരിക്കലോ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 ആണെങ്കിൽ 4 കയ്യങ്ങ് പിടിച്ച് അമർത്തി. ഞാൻ പറഞ്ഞു, എന്റെ ചോദ്യത്തിന് മറുപടി ആകില്ല, മക്കളെത്രയാന്ന് ചോദിച്ചു. ഞാൻ എന്റെ മക്കൾ എണ്ണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ധൈര്യത്തിൽ മൂപ്പർക്കും കൂടി ഇങ്ങോട്ട് പറഞ്ഞു തരാലോ. പക്ഷെ അയാൾ പറഞ്ഞു, പൊന്നു ഉസ്താദേ, ഐ ആം നോട്ട് മാരീഡ്, സ്റ്റിൽ ഐ ആം ബാച്ചുലർ. ഞാൻ ഒരു വിവാഹിതനല്ല, ഞാൻ ഇപ്പോഴും ബാച്ചുലറാണ്. ഞാൻ പറഞ്ഞു, നഊദു ബില്ലാഹ്, നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കണമെന്ന് ചോദിച്ചു. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്, അതും എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്, ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കണത്? നഊദു ബില്ലാഹ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്. നിങ്ങളെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉമ്മാക്ക് ആഗ്രഹല്ലേ നിങ്ങളെ ഉമ്മ മരിക്കണതിന് മുമ്പ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ ഒന്ന് നേരിൽ കാണണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഉണ്ടാകും, ഉമ്മ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു നേരം നിങ്ങളുടെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ആ ഉമ്മയുടെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി കൊടുത്തില്ല എന്നതിന്റെ പേരിൽ എത്ര കാലം വരെ നിങ്ങൾ ഖേദിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അങ്ങ് നനഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കുമില്ലേ ഉമ്മയോട് കടപ്പാട്? നമുക്കുമില്ലേ മാതാപിതാക്കളോട് ഒരു റെസ്പോൺസിബിലിറ്റി? ആ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കണം, അവർ സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. നമുക്ക് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നാം ഇരിക്കുന്നത് മാസിൻ ഇബ്നു ഗലൂബ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യർ അതേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട് ദീൻ സ്വീകരിച്ച് വിഗ്രഹങ്ങളെല്ലാം മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട് ദീൻ സ്വീകരിച്ച് ഈ ഒമാനിൽ വന്ന് ആദ്യത്തെ പള്ളി നിർമ്മിച്ച സയ്യിദുനാ മാസിൻ ബിൻ ഗലൂബ റളിയല്ലാഹു അൻഹു, ആ മഹാനർ അന്തിയുറങ്ങുന്ന ഒമാനിലാണ് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഓരാ മുഹമ്മദുർ റസൂലുള്ളാഹി ആദിയമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി
ബീവി ആമിന തൻ്റെ സ്വബി വലതുൽ അമീനായി വന്നാ നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ്. എല്ലാവരും ചൊല്ലു ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ, നമുക്കിവിടുന്നൊന്ന് മദീന വരെ പോയി വരാൻ കഴിയണം. കൽബുകൊണ്ട് മദീനയോടൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീനതി കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനുള്ളവൻ മദീനയിലേക്ക് മടങ്ങുന്നു. ആ മദീനയിലേക്ക് നമുക്കൊന്നു മടങ്ങാം. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അവിടുന്ന് കിടന്ന് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന നാടാണ് മദീന. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ജീവിതമില്ല. അതല്ലേ ഇന്ത്യയിലെ ബറേൽവി ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആശിഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖായി അറിയപ്പെട്ടിരുന്ന, ഇന്നും അറിയപ്പെടുന്ന, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ മഹാനവരുകളെ അനുകരിക്കുന്നവരുടെ പള്ളികളിൽ മുഴുവനും ആ വരികൾ ചൊല്ലി വരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ അങ്ങകലെ UK കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCFന്റെ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ ലണ്ടനിലെ പള്ളിയിൽ കയറിയിട്ടുണ്ട്, സ്കോട്ട്ലാൻഡിലെ പള്ളിയിൽ കയറിയിട്ടുണ്ട്, എഡിൻബ്രോയിലെ പള്ളിയിൽ കയറിയിട്ടുണ്ട്, ഗ്ലോസ്റ്ററിലെ പള്ളിയിൽ കയറിയിട്ടുണ്ട്. അവിടെ എല്ലാം നിസ്കാരങ്ങൾക്ക് ശേഷം അവിടുന്നതാ മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോം സലാം ശമഅ ബസ് മേ ഹിദായത്ത് പേ ലാഖോം സലാം. ആ പദ്യത്തിന്റെ ശകലങ്ങൾ അങ്ങ് കഴിഞ്ഞാൽ മഹാനവരുകൾ ഉരുവിടുന്നത് കാണാം. സുറൂരേ കായിനാത്ത് ആഖാ മുറാദേ ദിൽ തും ഹോ മേരി റൂഹ് കാ സഹാറാ മേരി മൻസിൽ തും ഹോ. അല്ലയോ ഹബീബരേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ ആത്മാവാണ് തിരുദൂതരേ, നിങ്ങൾ എൻ്റെ ഹൃദയമാണ്. ഈ ഹൃദയത്തിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇടമുള്ളത്. നിങ്ങൾക്കുള്ളതുപോലെയുള്ള സ്ഥാനവും വിലയും എൻ്റെ ഈ ഹൃദയത്തിൽ മറ്റാർക്കുമില്ല. മേരേ ദിൽ കി ദുആ ഹേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആപ്കി ഗുലാമി രഹേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മനസ്സുകൊണ്ടുള്ളൊരു ദുആയാണ് നബിയേ, എൻ്റെ മനസ്സുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് നബിയേ. ഞാൻ എപ്പോഴും തങ്ങളെ പൂർണ്ണമായും അനുസരിച്ചു കൊണ്ടേ ഇരിക്കണം, തങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടേ ഇരിക്കണം, തങ്ങൾക്ക് പൂർണ്ണമായും അനുസരിച്ചു കൊണ്ടേ ഇരിക്കണം. ലോകത്ത് എല്ലാവർക്കും സമാധാനം ലഭിക്കേണ്ടത് എങ്ങനെയാണ്?
സമാധാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ കൊണ്ട് നടക്കണം. ഭൗതികമായ ചിന്തകളെ മാറ്റി നിർത്തണം. അന്യരോടുള്ള വഴിവിട്ട പ്രണയമുണ്ടോ? പ്രണയങ്ങളെല്ലാം മാറ്റി നിർത്തണം. കൽബ് കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖാലി ഇയാദ് തങ്ങൾ കിതാബു ശിഫയിൽ നൽകിയ വ്യാഖ്യാനം എന്താണ്? അല്ലാഹുവിൻ്റെ ദിക്റാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് മനസ്സിന് സമാധാനമുള്ളത്. തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കണം. ആഷിഖേ മുസ്തഫ को ना कोई गम रहेगा, नबी का गुलाम है तो सब करम रहेगा. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ കൊണ്ട് നടക്കുന്ന ആശിഖായ ആൾ, അയാൾക്കൊരു സങ്കടം മനസ്സിനെ ഏൽക്കൂല, അയാളെ ദുഃഖം അയാളെ അലട്ടൂല. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ കൊണ്ട് നടന്ന് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ കഴിയണം. അല്ലാഹ് നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇഷ്കിൻ്റെയും മഹബത്തിൻ്റെയും ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. പ്രയാസമില്ലെങ്കിൽ ഇരുന്നടന്നൊന്ന് എണീറ്റ് നിൽക്കുമോ? ഈ ചരിത്രം എണീറ്റ് നിന്നിട്ടല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമുക്ക് ഈ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കണ്ണുകളൊന്ന് നനയണം, നമ്മുടെ കൽബ് പിടയണം. ആ കൽബ് പിടയണത് ഞാനും നിങ്ങളും കാണില്ല, അല്ലാഹ് കാണുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണ് നനയണം, അത് മറ്റുള്ളവരെ കാണാനാകരുത്. നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നനയണം. ഞങ്ങളത് പറയാൻ അർഹരല്ലെങ്കിലും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാം പുൽകിയ മാസിൻ ബിൻ ഖലൂബ റളിയല്ലാഹു അൻഹു മഹാനരെ തവസ്സുല് ചെയ്തിട്ടാണ് നിന്നിലേക്ക് ഞങ്ങളെ കരങ്ങളെ ഉയർത്തുന്നത്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ കൈവിടല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് എത്ര കണ്ട് അറ്റാച്ച്മെന്റ് ആണ്. അവിടെയാണ് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. അമിതമായി ബന്ധപ്പെടുമ്പോൾ അവസാനം വെറുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് സന്ദർശിച്ചാ മതി, അമിതമായ അറ്റാച്ച്മെന്റ് വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ എത്ര കണ്ട് അഭേദ്യമായ ബന്ധം ആ നേതാവിനോട് സ്ഥാപിച്ചുവോ ആ നേതാവിനെ വെറുക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആരാണ് ചെറുപ്പക്കാരെ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വന്നുപോയ സർവ അമ്പിയാക്കളിൽ നിന്ന് ഒരൊറ്റ നബിയുടെ ഒന്നിലധികം പെൺമക്കളെ കല്യാണം കഴിച്ചവർ ഒരൊറ്റ വ്യക്തിത്വമേയുള്ളൂ. അത് സയ്യിദുനാ ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടു പെണ്ണുമക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്, പ്രിയപ്പെട്ട മരുമകനാണ്.
എന്നാലും ജീവിതത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സൗന്ദര്യ പിണക്കം പോലും സംഭവിച്ചിട്ടില്ല. ഏത് പ്രൊഫഷണൽ ആളുകൾക്കാണ് ഇത് പറയാൻ കഴിയണത്? എന്നെ വെറുക്കാൻ ഒരാളെയും ഞാൻ അനുവദിച്ചിട്ടില്ല. മുതലാളിമാരെ വെറുക്കുന്ന തൊഴിലാളികളുണ്ട്, തൊഴിലാളികളെ എതിർക്കുന്ന മുതലാളിമാരുണ്ട്. അതവർക്കിടയിൽ വന്നുപോയ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവുകളായിരിക്കും. എന്നാൽ എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവുകൾ ഉണ്ടായാലും അത് ഉടനടി അങ്ങ് പരിഹരിക്കുന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാചകം മതി നമുക്കതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ. അവിടുന്ന് പറഞ്ഞു, എന്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ കൊണ്ട് ബൈഅത്ത് ചെയ്തത് മുതൽ ആ ബൈഅത്ത് ചെയ്ത കൈ കൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ അവയവം സ്പർശിച്ചിട്ടില്ല. ശിഷ്യൻ മാത്രമല്ല, സ്വഹാബി മാത്രമല്ല, 2 പെൺമക്കളെ ഭർത്താവാണ്, മരുമകനാണ്. എന്നാലും അമ്മോഷൻ കാക്കാനോട് ഗൗരവത്തിൽ ഒരു കുറവും അവസാനം വരെ സംഭവിച്ചിട്ടില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള്, ഓ ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ വേറെ സമ്മാനങ്ങളൊന്നും തങ്ങൾക്ക് കൊടുക്കാനില്ലാതെയായപ്പോൾ മദീനയിലെത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലതും കൊടുത്തിട്ട് പലരും സമ്മാനിച്ചപ്പോൾ മറക്കപ്പുറത്തിരുന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കുത്തിവെക്കൂ മഹബ്ബത റസൂലില്ലാഹി. പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ നമ്മുടെ കുരുന്നു മക്കളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണം. അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ പഠിപ്പിക്കണം. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് 10-ാം വയസ്സായപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ കുത്തിവെച്ചു. ആ കുഞ്ഞുമോൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെയും കൂട്ടിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പറയാണ്, എന്റെ മോനക്ക് 10-ാമത്തെ വയസ്സാണ് നബിയേ, ഈ സമ്മാനമല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കുഞ്ഞുമോന് അനസിനെ സ്വീകരിക്കണം നബിയേ. 10 വർഷക്കാലമുള്ള അഭേദ്യമായ ബന്ധമുണ്ടായിട്ട് പോലും ജീവിതത്തിൽ ഒരു നിമിഷം പോലും അനസ് തങ്ങളുടെ കൽബിൽ വെറുപ്പുണ്ടാകാൻ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം കൊടുത്തില്ല. ഏത് ഗാർഡ് ഉണ്ടായാലും, ഏത് സെക്യൂരിറ്റി ഉണ്ടായാലും മുതലാളിയോട് പിണങ്ങിപ്പോകുന്ന കാലമല്ലേ? ഏത് ഖാദിമും മഖ്ദൂമിനോട് പിണങ്ങിപ്പോകുന്ന കാലമല്ലേ? എന്നാൽ അനസ് തങ്ങളാകുന്ന ഖാദിമിന് പിണങ്ങാൻ തങ്ങൾ അവസരം കൊടുത്തില്ല. എന്തിനേരെ പറയണോ? വഫാത്താകുന്ന സമയം പറഞ്ഞില്ലേ, എന്നെ നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യകേശം എൻ്റെ കൈവശമുണ്ട്, അത് എൻ്റെ നാവിൻ്റെ ചുവട്ടിൽ വെച്ചു തരണേ. കാരണം അനസ് തങ്ങൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, എത്ര പറഞ്ഞാലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇനി ഒന്നും പറയാനില്ല എന്ന് പറയാനില്ല. വേറെ ആരെ കുറിച്ച് സംസാരിച്ചാലും കഴിഞ്ഞു എന്നേ പറയാനുള്ളൂ. ഹബീബായ തങ്ങളെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം فمبلغ العلم
അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ഉറക്കെ ഒരു സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലും. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇമാം ബൂസീരി തങ്ങൾക്ക് പിന്നൊന്നും പറയാനില്ല. നബിയെ മദ്ഹ് ചെയ്ത് 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 എത്ര ചെയ്താലും തീരുന്നില്ല. ഇനി മനുഷ്യരാണ് തങ്ങളെന്നല്ലാതെ പറയാനില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ എന്നല്ലാതെ പറയാനില്ല. അതുകൊണ്ട് ബൂസിരി ഇമാമിന് തന്നെ അങ്ങനെയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത സാധുവായ എന്നെ കൊണ്ട് ഇത് എവിടെ പറഞ്ഞ് ഒരിടത്തേക്ക് എത്തിക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നടന്ന ഒരു രംഗം വല്ലാത്ത ഒരു രംഗമാണ്. ഇവിടെയാണ് നമ്മുടെ ഹൃദയം പടക്കേണ്ടത്. നമ്മുടെ ഹൃദയം പടയേണ്ടത് ഇവിടെയാണ്. നമ്മുടെ കണ്ണുകൾ നനയേണ്ടത് ഇവിടെയാണ്. മഹബ്ബത്തിന്റെ കണ്ണുനീരിറ്റ് വരേണ്ടത് ഇവിടെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ ശരീരം അവിടെ കടന്നിട്ടുണ്ട്. അവിടുന്ന് അതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി അതാ മണ്ണിലേക്ക് കടത്തുകയാണ്. അല്ല, സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. എന്ത് പറഞ്ഞാലും അത് പറയാൻ കഴിയില്ല. ഏത് പ്രയോഗം നടത്തണം? ലോകത്തുള്ളവർ മുഴുവനും അശക്തരായി. ലോകത്തൊരാൾക്കും ആ പ്രയോഗം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് പറയണമെന്ന് കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തെ കടത്തുന്നു. അവസാനമായി ആ ഖബർ ശരീഫിൽ നിന്ന് മുകളിലോട്ട് കയറിയതാരാണ്? അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫയായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി വരുന്നു. ഇനി അടക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. സ്വഹാബത്ത് മുഴുവനും അണിയണിയായി നിൽക്കുകയാണ്. അവിടെ യഥാ ഉണ്ട് സ്വഹാബി വരിയരായ സയ്യിദുനാ മുഗീറത്തു ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ മനസ്സിൽ ഒരാഗ്രഹമാണ്, ഇനി എൻ്റെ നേതാവിൻ്റെ പുണ്യ ശരീരത്തെ ഇവിടുന്ന് എനിക്ക് തൊടാൻ കഴിയില്ലല്ലോ. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരമല്ലേ ആ കിടക്കണത്. അലിയാറ് തങ്ങൾ കയറി വന്നല്ലോ. ഇനി ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ. അവിടുന്നാണ് മഹാനവരുകൾ ബുദ്ധി പ്രയോഗിച്ചു. മഹാനവരുകൾക്കാണെങ്കിൽ ഒരാഗ്രഹമാണ്, അവസാനം ഒന്ന് കൈകൊണ്ട് ആ പുണ്യദേഹത്തെ ഒന്ന് സ്പർശിക്കണം. കൈവിരലിൽ ഒരു മോതിരമുണ്ട്. ഓ പുരുഷന്മാരെ, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, വെള്ളിയും ഹറാമാണ്. ആ നിഷിദ്ധമാക്കപ്പെട്ട വെള്ളിയിൽ നിന്ന് അല്ലാഹു അനുവദിച്ചിട്ടുള്ളത് ഒരു മോതിരമാണ്. അതും ഒന്നിലധികം ആകാൻ പാടില്ല, അമിതമാകാനും പാടില്ല. ആ വിധത്തിൽ പുരുഷന്മാർക്ക് വലത് കൈയിലെ ചെറുവിരലിലോ ഇടത് കൈയിലെ ചെറുവിരലിലോ സുന്നത്താണ്, മറ്റു വിരലുകളിലല്ല. ചില ആളുകളെ വേറെ വിരലുകളിൽ കാണാം. സൈനുദ്ദീനിൽ മഖ്ദൂം തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്നിരിക്കലോ വലത് കൈയിലെ ചെറുവിരലാണ്, അല്ലെങ്കിൽ ഇടത് കൈയിലെ ചെറുവിരലിലാണ്.
ഒരു വെള്ളിയുടെ മോതിരം കൈവിരലിൽ ധരിച്ചുകൂടെ? നല്ല ബ്രാൻഡഡ് വാച്ച് ധരിക്കാൻ എന്തൊരു താല്പര്യമാണ്, നല്ല മുന്തിയ വാച്ച് ധരിക്കാൻ എന്തൊരാവേശമാണ്. ഇതൊരു ചെറിയ വെള്ളിയുടെ മോതിരമല്ലേ? അത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തല്ലേ? അതുകൊണ്ട് ആ സുന്നത്ത് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു മഹാനവരികൾ അവിടുന്നത് ആ തന്ത്രം ഉപയോഗിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു. അവിടുത്തെ കൈവിരളിലെ മോതിരമങ്ങെടുത്തു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫിലങ്ങിട്ടുകൊടുത്തു. എന്നിട്ടതാ അലി റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, യാ അബൽ ഹസൻ ഖാതമി, യാ അബൽ ഹസൻ ഖാതമി, യാ അബൽ ഹസൻ ഖാതമി. അല്ലയോ ഹസൻ എന്നവരുടെ പിതാവരായ അലിയാർ തങ്ങളെ, എന്റെ മോതിരം വീണല്ലോ. വീണതല്ല, മനഃപൂർവം ഇട്ടതാണ്. അലിയാർ തങ്ങളോട് അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ? എന്റെ മോതിരം വീണല്ലോ, എനിക്കാ മോതിരം വേണം. അവസാനം ആ പുണ്യദേഹത്തെ കൈകൊണ്ടൊന്ന് തൊടാൻ മോഹമുണ്ടായപ്പോൾ, ആഗ്രഹമുണ്ടായപ്പോൾ മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ പ്രയോഗിച്ച ട്രിക്സാണ് കൂട്ടുകാരെ അത്. അലിയാർ തങ്ങൾ സമ്മതിക്കുന്നു. ചരിത്രത്തിന്റെ ഒരു റിവായത്ത് അങ്ങനെയാണ്, മറ്റൊരു റിവായത്തും ഉണ്ട്, തള്ളിക്കളയുന്നില്ല. ഒരു റിവായത്ത് ഇങ്ങനെയാണ്, സമ്മതിക്കുന്നു. മഹാനവരികൾ ഖബർ ശരീഫിലങ്ങിറങ്ങുന്നു, മോതിരമെടുക്കുന്നു. അവിടുത്തെ കൈകൊണ്ട് ആ ശറഫാക്കപ്പെട്ട ദേഹത്തെ സ്പർശിക്കുന്നു. ആ ഖബർ ശരീഫിൽ നിന്ന് മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ചു പറയുന്നു, അന ആഖിറു അഹദിൻ ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവസാനത്തെ കരാർ വെച്ച് പുലർത്തിയ സ്വഹാബി അത് ഈ പാവപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബയാകുന്ന ഞാനാണ് കേട്ടോ. മോമിനീങ്ങളെ, അവരൊക്കെ തങ്ങളെ സ്നേഹിച്ചതങ്ങനെയാണ്. ആ മഹാരഥന്മാര് കാണിച്ചു തന്ന മഹബത്തിന്റെ വഴിയിൽ കയറി നമുക്കൊന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിഞ്ഞ് ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് നമ്മുടെ രണ്ട് ലോകത്തുള്ള വിജയം കൈവരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ സാധുവായ ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി നിങ്ങളെ ഞാൻ അത് കേൾപ്പിച്ച് ഞാൻ എൻ്റെ വാള് നിർത്തുന്നു. മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം നബിയുനൽ ആമിറുന്നാ ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻ هو لا نعمي مولاي على حبيبك خير
الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أبياتها قد أتت 60 مع 100 فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലാണ് നാം ഉള്ളത്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. മുഖ്ലിസീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. രണ്ട് ലോകത്തും വിജയിക്കുന്ന വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബേ, പരലോകത്ത് പരാജയപ്പെട്ടു പോകുന്ന പരാജിതരിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കണം റഹ്മാനെ. റബ്ബേ, നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാൻ. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി കഴിയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്യണം റഹ്മാനെ. ആ മഹബത്തിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങളുടെ ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാനെ. റബ്ബേ, ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ്. ആ ഹബീബരുടെ ശഫാഅത്തിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബേ, 6 അടി മണ്ണിൻ ചുവട്ടിൽ കിടക്കുമ്പോൾ തുണയായി ആരുമില്ലാത്ത സമയത്ത് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ച് മലക്കുകൾ തദ്രി ഹാദർ റജുല, ഇതാരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എൻ്റെ നേതാവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ നീ ഞങ്ങൾക്ക് ഈ സദസ്സ് സബബാക്കണം റഹ്മാനെ, കാരണമാക്കണം റഹ്മാനെ. റബ്ബേ, ഈ മഹത്തായ ഈ മീലാദ് കോൺഫറൻസ് ഇത്രയും ഭംഗിയായ വിധത്തിൽ നടത്താൻ ആരെല്ലാം ഇതിന് പ്രവർത്തിച്ചിട്ടുണ്ടോ, ഓടി നടന്നിട്ടുണ്ടോ, മദ്രസത്തുൽ ഹുദാ മാനേജ്മെന്റും അതുപോലെ നമ്മുടെ ICF-ന്റെ നേതൃത്വവും സഹപ്രവർത്തകരും എൻ്റെ ജേഷ്ഠാനുജന്മാർ, അല്ലാഹുവേ നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണം റഹ്മാനെ, സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കണതിന് മുമ്പ് മനാമിൽ ഒരു തവണയെങ്കിലും നീ കാണിച്ചു തരണം റഹ്മാനെ. അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അഹലിയത്തില്ലെങ്കിലും നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ റബ്ബേ. ആ റഹ്മത്ത് മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഈ മഹത്തായ പരിപാടി പ്രചരിപ്പിച്ചവർ, അധ്വാനിച്ചവർ, ആരെല്ലാം ഇതിന്റെ സുഗമമായ നടത്തിപ്പിനും വിജയത്തിനും ചെറിയ വലിയ വിധത്തിലൊക്കെ കാരണക്കാരായിട്ടുണ്ടോ, നിമിത്തമായിട്ടുണ്ടോ, അവരെയും ഞങ്ങളെയും ഒക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മഹത്തായ മദ്രസയെ നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ. ആ മദ്രസയിൽ പഠിക്കുന്ന മക്കളും ഞങ്ങളെ എല്ലാ മക്കളെയും നീ ഞങ്ങൾക്ക് ഖബറിൽ ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ.
പരലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. മാതാപിതാക്കളാകുന്ന ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ റഹ്മാനെ. പരലോകത്ത് മാതാപിതാക്കളെ കാണിച്ചിട്ട് റബ്ബന അരിനല്ലദീന അളല്ലാന നജ്അൽഹുമാ തഹത അഖ്ദാമിന, ഞങ്ങളെ വഴിപഴപ്പിച്ച ആ രണ്ടു പേര് എവിടെയാണ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. കാലിൻ ചുവട്ടിൽ കിടത്തിയിട്ട് ഞങ്ങൾ അവരെ ചവിട്ടട്ടെ എന്ന് ചോദിച്ചു വാങ്ങുന്ന മക്കളാക്കി നീ ഞങ്ങളെ മക്കളെ അതപ്പതിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നീ നല്ല ഇൽമും തഖ്വയും വർദ്ധിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ബിസിനസ്സുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ മുഅ്മിനീങ്ങളിൽ ബിസിനസ്സുകാരുണ്ട്, ജോബിൽ പോകുന്നവരുണ്ട്, ഓരോന്നിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വാഹനങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വീടുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നീങ്ങാനും മറ്റു ജോലിയിൽ കയറാൻ ആഗ്രഹിക്കണവർക്ക് അത് ഖൈറാണെങ്കിൽ അതിലേക്കുള്ള വഴി നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ കാണും. നീ അവരെ പ്രയാസപ്പെടുത്തല്ലേ റഹ്മാനെ, ബുദ്ധിമുട്ടിക്കല്ലേ റഹ്മാനെ. പാവങ്ങളാണ് റഹ്മാനെ, അവരെയും ഞങ്ങളെയും നീ ധാരാളം സന്തോഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, എത്രയോ കാലം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് നാട്ടിലൊരു സ്വന്തം വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വലിയ ബേജാറിലുള്ള പല പ്രവാസികളുമുണ്ട്. നല്ല ഖൈറായ വീട് നൽകണേ റഹ്മാനെ. വീട് പണി നടക്കുന്നവരുണ്ട്, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ. മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഉള്ളതെല്ലാം ആൺമക്കളാണ്, ഒരു പെൺകുട്ടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കണവർ റബ്ബേ ഖൈറായ പെൺമക്കളെ നൽകണേ റഹ്മാനെ. റബ്ബേ, പെൺമക്കളാണ്, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹാഫിളാക്കാമായിരുന്നു, ഒരു ആലിമാക്കാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കണ രക്ഷിതാക്കളുണ്ട്. ഖൈറായ ആൺമക്കളെ നൽകണം റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. ഇവിടുന്ന് നൽകുന്ന തബറുക്കിന്റെ ഭക്ഷണം നമ്മുടെ എല്ലാ രോഗങ്ങളുടെ ശിഫായിന് കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളാക്കിയ ഉമ്മ ബാപ്പന്മാര്, ഉസ്താദുമാര്, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, സന്താനങ്ങൾ, റബ്ബേ ഞങ്ങൾക്കാർക്കും ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ വല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലാ, നീ കാമിലും ആജിലുമായ ഷിഫാ നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. മദീന മുനവ്വറയിൽ പല തവണ പോയി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ച് സ്വലാത്തും സലാമും പറയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. പെട്ടെന്ന് നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ നീ തളർത്തല്ലേ റഹ്മാനെ. അവർക്ക് നീ ക്ഷീണം വരുത്തല്ലേ റഹ്മാനെ. അവരുടെ തണലല്ലാതെ ദുആയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. നീ അവർക്കൊക്കെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ സാധുവായ ഉമ്മയുൾപ്പെടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവസാനം വരെ അവരെ നന്നായി ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ഈ സദസ്സിൽ ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ച് ഇൽമു കേട്ട് ദുആ കാമീം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുഅ്മിനീങ്ങൾ, നേരത്തെ വന്ന് പോയവർ, ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, ഈ പരിപാടിക്ക് കടപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ, എന്ത് വിഷമമുണ്ടോ നീയല്ലാതെ അറിയണില്ല. ഞങ്ങളുടെയും അവരുടെയും എല്ലാ വിഷമങ്ങളെ നീ തീർത്തു തരണം റഹ്മാനെ. സങ്കടങ്ങളെ മാറ്റിത്തരണം റഹ്മാനെ. ഖൈറായ സദുദ്ദേശങ്ങളെ നിറവേറ്റി തരണം റഹ്മാനെ. ലൈസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ലൈസൻസ് നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ. ഡോക്യുമെന്റ്സും മറ്റു കടലാസുകൾ ക്ലിയർ ആയി കിട്ടണമെന്നുള്ളവർ നീ അവർക്കത് ഫത്ഹ് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ബിസിനസിന്റെ മേഖലയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയങ്ങളിലോ
എന്തെല്ലാം കാര്യങ്ങൾ വേഗം ഫത്ഹായി കിട്ടണമെന്നുണ്ടോ, ഈ മജ്ലിസിൽ വന്ന് ചേർന്നതിന്റെ ബർക്കത്തുകൊണ്ട് കാമിലും ആജിലുമായ ഫത്ഹ് നീ അവർക്കും ഞങ്ങൾക്കും അവരുടെയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിൽ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. അവസാനം ഒരു ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി സ്വർഗം കണ്ട് നെറ്റിത്തടം വിയർത്ത് മുഅ്മിനീങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും സ്വീകരിച്ച് പുഞ്ചിരിച്ച് ഈമാനോടെ മരിക്കാൻ ഈ സദസ്സ് ഞങ്ങളിൽ ഓരോരുത്തർക്കും കാരണമാക്കി തന്ന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. സാധുവായ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ സ്വീകരിച്ചവരുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നവരുണ്ട്, എൻ്റെ കൂടെ സിയാറത്തിന് വന്നവരുണ്ട്, കൊണ്ടുപോയവരുണ്ട്, എൻ്റെ കൂടെ വന്നവരുണ്ട്, നടന്നവരുണ്ട്. റബ്ബേ, അവർ ഉൾപ്പെടെ കടപ്പാടുള്ള മുഴുവൻ സ്നേഹജനങ്ങളെയും അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് രണ്ട് ലോകത്തും നീ അവരെയും ഞങ്ങളെയും സന്തോഷിപ്പിക്കണേ അല്ലാ. RSC-യുണ്ട്, KCF-ന്റെ നേതാക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എന്ന് ദുആ ചെയ്ത് ഇവിടെ വേറെയും ചില പരിപാടികൾ നടക്കാനുണ്ട്. സാധുവായ എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന നമ്മുടെ ഗുബ്ര മദ്രസത്തുൽ ഹുദ മാനേജ്മെന്റിനും അതുപോലെ ICF-ന്റെ നേതാക്കൾ, സഹപ്രവർത്തകർ എല്ലാവരോടും കടപ്പാട് അറിയിച്ച് പോകുന്ന വേദികളിലൊക്കെ നിങ്ങളെ ഓർമ്മ വെച്ച് ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.